എല്ലാവർക്കും വീട്ടിൽ ഒരു ദിവസം അവധി ഒരുമിച്ച് കിട്ടി. പിള്ളേർക്ക് സ്കൂളില്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയില്ല, മമ്മിയും ഫ്രീ ആണ്. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ഓർത്തു എന്നാൽ താമ്പായിന്ന് മയാമിയിൽ ഒരു സൂപ്പർ ബ്ലൂ എന്ന ഒരു ഷോയുടെ പരസ്യം കണ്ടു. എന്നാൽ ഒന്ന് പോയാലോ, എന്ന് നമുക്ക് ഒന്ന് നോക്കിയാലോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. ഹലോ ഗായ്സ്. സോ നമ്മളിന്ന് ടാമ്പയിൽ നിന്ന് മയാമിയിൽ വന്നിരിക്കുകയാണ്. സൂപ്പർ ബ്ലൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ സംഭവം ഇവിടെ മയാമിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പം എന്താണെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല. എനിവേ നമ്മുടെ പിള്ളേർക്കെല്ലാം ഇപ്പോൾ വെക്കേഷൻ്റെ സമയമാണ്. അതുകൊണ്ട് മമ്മിയും സവിതയും ഞാനും തൊമ്മനും തൊമ്മയും കൂടെ ഇവിടെ മയാമിയിൽ സൂപ്പർ ബ്ലൂ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നതാണ്. ആക്ച്വലി ഇതെന്താണെന്ന് പറയാൻ എനിക്കറിയില്ല, കാരണം ഇത് കണ്ടു കഴിഞ്ഞാലേ അറിയാവുള്ളൂ. This is something newly introduced. So we are in Miami right now on the 13th of July 2024. Okay, let's see what's going on inside, okay? Hi, we drove all the way from Florida to Miami. We came to Super Blue. Let's go see what's inside. ഫോട്ടോയും വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അടിപൊളി സംഭവമാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞങ്ങളെല്ലാവരും അകത്ത് ആദ്യത്തെ ഡോറ് തുറന്ന് കയറുകയാണ്. ഓൾസി അതാ കിടക്കുന്നു ഒരു വലിയ സ്ക്രീൻ. വലുതെന്ന് പറഞ്ഞാൽ ഒരു ജോയിൻറ്റ് സ്ക്രീൻ, മോർ ലൈക്ക് ഒരു LED സ്ക്രീൻ പോലെയാണ്. അതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ചില്ലിൻ്റെ റൂമുണ്ട്. ആ റൂമിൻ്റെ അകത്ത് കുറേ ബബിൾസാണ് പോകുന്നത്. കണ്ട മേഘം പോലെ തോന്നും. അതാണ് എൻ്റെ പ്രത്യേകത. അതിലേക്ക് നമുക്ക് പിന്നെ വരാം കേട്ടോ, അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ സ്ക്രീനിൽ ഒരു പ്രത്യേകതയുണ്ട്. ആ സ്ക്രീൻ നമ്മൾ തൊട്ട് കഴിയുമ്പോൾ നമ്മുടെ കൈയുടെ ഓരോ ചലനങ്ങളും സെൻസ് ചെയ്തിട്ട് അതിൽ വ്യത്യാസം വരും. തൊമ്മി ആ സ്റ്റെമ്മെ പോയി പിടിക്കാൻ പറഞ്ഞു. Put them up. It's moving. Mine's moving. Is it moving? Yes. Mine's moved this way. No, that was mine, Tommy. Okay, there's so many. You can choose a different one. Mine's breaking. Wow, Tommy, you made a flower. തൊമ്മിക്കുട്ടൻ തൊട്ടപ്പോൾ ഒരു പൂ വന്ന പോലെ അങ്ങനെ ഒത്തിരി പൂക്കൾ അവിടെ ഇങ്ങനെ ഒരേ സമയത്ത് പലര് പിടിച്ച് വന്നു. അങ്ങനെ ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഫോട്ടോസാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഭയങ്കര ഭംഗിയാണ് നേരിട്ട് കാണുമ്പം. ഈ വീഡിയോയ്ക്കകത്ത് കാണുന്ന പോലെ ഒന്നുമല്ല. അങ്ങനെ ഒരു മുറി നിറച്ച്, അതായത് നമ്മൾ എവിടെ നോക്കിയാലും 4 ചുമരിലും ഇതുപോലെ നല്ല പൂക്കൾ വരുമ്പം കാണാൻ നല്ല ഭംഗിയാണ്. അതുമാത്രമല്ല, മുകളിൽ സീലിങ്ങിനില്ല, പക്ഷെ നമ്മൾ നിൽക്കുന്നിടത്തും ഇതുപോലെ തന്നെ പൂക്കളുണ്ട്. സോ ആസ് യു ക്യാൻ സീ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫോട്ടോ എടുക്കാൻ നോക്കി. പക്ഷെ ഭയങ്കര ഒരു ഡാർക്ക്നെസ്സാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ആ ഒരു എഫക്റ്റ് നമ്മുടെ ഫോട്ടോയ്ക്കകത്ത് വരുന്നില്ല. ചിലപ്പം നമ്മൾ ഫോണിൽ എടുക്കാൻ നോക്കിയത്, ചിലപ്പം നല്ല ക്യാമറയൊക്കെ കൊണ്ടുവന്നാൽ നല്ല കിടുക്കാച്ച ഫോട്ടോസൊക്കെ വരുമായിരിക്കും. അതുപോലെ നമ്മൾ റൂമിലേക്ക് കയറുമ്പം പ്രത്യേക ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട്, നമുക്ക് ഫ്ലാഷ് ഓൺ ആക്കാൻ പറ്റത്തില്ല എന്ന്. അപ്പോൾ ഫ്ലാഷ് ഓൺ ആക്കത്തില്ലാത്തതുകൊണ്ട് അതിൻ്റേതായ ചെറിയ ലിമിറ്റേഷൻ ഉണ്ട് ഫോട്ടോയ്ക്ക്. ഞങ്ങൾ പല രീതിയിൽ നോക്കി നല്ലൊരു 2 ഫോട്ടോ കിട്ടാൻ. പക്ഷേ വീഡിയോ എടുക്കുമ്പം വലിയ കുഴപ്പമില്ല, പക്ഷെ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു രക്ഷയില്ല. ഇനി ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നതാണ്
നിങ്ങളുടെ ഹൃദയസ്പന്ദനം, നിങ്ങൾക്ക് ഒത്തിരി ലൈറ്റുകൾ നിങ്ങളുടെ ഹൃദയസ്പന്ദനത്തിൽ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് കാണാം. എൻ്റെ തൊമ്മനും തൊമ്മിയും ഇപ്പോൾ അത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. If you put this down here and you step here, it will scan your heartbeat and your light bulbs would do the heartbeat. See? This is my heartbeat. So you go up, it goes lower. Tommy, can you say that? Tommy, hold it still. Don't move it. If you put your hand here and do this. Tommy, use it like you put your leg here, and then you do like Don't touch the leg. Look, Tommy's heart. പിള്ളേർ പറഞ്ഞ കാര്യം ശരിയാ കേട്ടോ. അവിടെ ഇങ്ങനെ 1-2 സെൻസർ ലൈറ്റ്സ് തൂക്കിയിട്ടിട്ടുണ്ട്. ആ ലൈറ്റിൻ്റെ അടിയിൽ കൈപ്പത്തിയും കാലും കൊണ്ടുപോയി നമ്മൾ വെച്ചാൽ അത് ഒരു 1 മിനിറ്റോളം സെൻസ് ചെയ്തിട്ട് നമ്മുടെ ഹാർട്ട് ബീറ്റ് ആയിരിക്കും പിന്നെ അവിടെ ബീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ലൈറ്റ് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Do you like it? Yeah. Oh my God. അങ്ങനെ ഞങ്ങൾ പൂക്കളും കായ്ക്കളും ഹാർട്ട് ബീറ്റ്സ് വരുന്ന ലൈറ്റ്സും എല്ലാം കണ്ടിട്ട് അടുത്ത റൂമിലേക്ക് ചെന്നു. അടുത്ത റൂമിൽ ചെന്നപ്പം ഇതുപോലെ അകത്തേക്കും കയറിയപ്പോഴത്തേക്ക് ഒരു ഡിസ്കോ ഫ്ലോറിലേക്കൊക്കെ ചെല്ലുന്ന പോലെ നമ്മൾ അകത്ത് നമ്മളെ കയറ്റിട്ട് ഡോർ അങ്ങ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ഐഡിയ ഇല്ല നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്ന്. കാരണം പിന്നെ എല്ലാ സൈഡും പുറകോട്ട് തിരിഞ്ഞാലും മുന്നോട്ട് തിരിഞ്ഞാലും എല്ലാം ഒരുപോലെയാണ്. കാരണം ഫുൾ കണ്ണാടിയാണ് ചുറ്റും, മുകളിൽ സീലിങ്ങും സഹിതം കണ്ണാടിയാണ്. ഞാൻ ക്യാമറയായിട്ട് പിള്ളേരുടെ പുറകെ തന്നെ നടക്കുക, കാരണം നിന്ന് ഇപ്പോൾ കാണാതെ പോയി ഇവരെയൊക്കെ. ഇപ്പം തൊമ്മൻ താഴോട്ട് സ്റ്റേഴ്സ് ഉണ്ട്, ആ താഴോട്ട് ഇറങ്ങിപ്പോയതാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നിന്നിപ്പോൾ കാണാതെ പോകും. ഞാൻ ഇനി പുറകെ നോടട്ടെ കേട്ടോ. അവർ താഴോട്ട് പോയ സ്പീഡിൽ തന്നെ അവർ തിരിച്ചു വന്നു, അതുകൊണ്ട് ഞാൻ പുറകെ പോകുന്നില്ല. ഇതേ മമ്മി ടിമ്മി എല്ലാവരും ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ കൈ വിട്ടു പോകാതിരിക്കാൻ ഇങ്ങനെ ഒപ്പൊപ്പമാണ് നടക്കുന്നത്. കാരണം അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. മെൻ്റലായോ? ഇനി നിങ്ങൾ കാണാൻ പോകുന്ന റൂമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട റൂം, പ്രത്യേകിച്ച് പിള്ളേർക്ക്. പക്ഷേ ഈ റൂമിൽ ആദ്യമേ കയറ്റത്തില്ല, കാരണം കയറ്റി കഴിഞ്ഞ് നമ്മൾ വെറ്റാവും. അപ്പോൾ അവസാനമായി ഈ റൂമിൽ നമ്മളെ കയറ്റത്തുള്ളൂ. ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ നമ്മൾ ഫുള്ള് ഗൗണും അവരുടെ മാസ്കും നമുക്ക് ഷൂ കവറും നമ്മുടെ തലമുടിയും എല്ലാം മൂടിയിട്ട് നമ്മളെ ഒരു റൂമിലേക്ക് കയറ്റി വിടും. ഫുൾ ബബിളിൻ്റെ അകത്തുകൂടി നമുക്ക് നടക്കാം. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണത്തില്ലേ, നമ്മൾ പ്രത്യേകിച്ച് പപ്പയുടെ സ്വന്തം അപ്പൂസിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ ശോഭന ആ ബബിളിൻ്റെ അകത്തൂടെയൊക്കെ നടക്കുന്നൊരു സീനുണ്ടല്ലോ, ഇങ്ങനെ ആ ഡ്രീമി പാട്ടിൻ്റെ അകത്ത്. അതുപോലെ ഭയങ്കര രസമാണ്. നമ്മൾ കാണുമ്പോൾ നമ്മൾ മേഘത്തിൻ്റെ ഇടയ്ക്കൂടെ നടക്കുന്ന പോലെ. ഇതാണ് ഞങ്ങൾ ആദ്യമേ റൂമിൽ കയറിയപ്പം ഒരു ചില്ലുകൂട്ടിൽ കൂടി നമ്മൾ കണ്ടായിരുന്നല്ലോ, അത് ഈ സാധനമാണ്. പക്ഷെ പിള്ളേർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. വായ അടച്ച് വെച്ചില്ലെങ്കിൽ വായ സോപ്പ് പോവും, അതുകൊണ്ടാണ് മാസ്ക് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് കയറി ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആർക്കും ആരെയും തിരിച്ചറിയത്തില്ല. പുറകിൽ നോക്കിയാൽ ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ, പുറകിൽ നോക്കിയാൽ എൻ്റെ കെട്ടിയവനാണോ എൻ്റെ മമ്മിയാണോ എൻ്റെ ഏത് കൊച്ചാ നടക്കണേ ഒരു പിടിയില്ല, കാരണം എല്ലാവരും ഒരേപോലെ ഇരിക്കുന്നു. പിന്നെ ഇവിടുത്തെ ഒരു കാര്യമാണ്, അവിടെ ഒരു സ്ഥലത്ത് 1-2 ഏരിയയിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇതുപോലെ ആകാശത്ത് നിന്ന് കുറേ മേഘം താഴോട്ട് ഇറങ്ങി വരുന്ന പോലെ തോന്നും. അത് ഇതിൻ്റെ അകത്തെ ആ ഒരു ബബിൾസിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞെന്ന് വരുമ്പോൾ തന്നെ സെൻസ് ചെയ്ത് മുകളിൽ നിന്ന് ഒരു കെട്ട് ഇങ്ങോട്ട് വീഴും. അപ്പം അതിൻ്റെ അടിയിൽ പോയി നിൽക്കാൻ ഭയങ്കര രസം, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. അതാണ് അവർ മാറാതെ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നത്. വെയിറ്റ് തോന്നത്തൊന്നുമില്ല, പക്ഷേ എന്തോ നമ്മുടെ മേത്തേക്ക് വീഴണ ഒരു ഫീലിംഗ് തോന്നും. എൻ്റെ ഒരുത്തരെ കണ്ടു, അവനെ കാണുന്നത് പോലും ഇല്ല, അതിൻ്റെ ഇടയ്ക്ക് അടിയിലായിപ്പോയി. അങ്ങനെ വന്നാൽ നമ്മൾ അറിയത്ത് പോലും ഇല്ല. എൻ്റെ നമ്മൾ ഒന്നാമത് വെള്ളയുടെ ഇല ഇട്ടേക്കുന്നേ, അപ്പോൾ കാണാൻ പോലും വരാതെ നമ്മൾ കവേർഡ് ആവും. അതുകൊണ്ട് അതൊരു എക്സ്പീരിയൻസ് തന്നെയാണിത്. Go under the cloud. There's a cloud falling under. Go there. Oh my God. Oh, mierda. Hi. Say hi. Who is this? എൻ്റെ 2 അണ്ണന്മാരും തൊമ്മനും തൊമ്മിയും ആ ക്ലൗഡിൻ്റെ അടിയിലുണ്ട് കേട്ടോ.
അങ്ങനെ സൂപ്പർ ബ്ലൂയിലെ പരിപാടികൾ കലാപരിപാടിയെല്ലാം അവസാനിച്ച് ഞങ്ങൾ വൈകിട്ട് ബീച്ചിലേക്കൊന്ന് ഇറങ്ങി. മയാമി ബീച്ച്, സൗത്ത് ബീച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര പോപ്പുലറാണ്. നമ്മൾ ഓൾ അമേരിക്കയിൽ എപ്പോഴും ഭയങ്കര പേരും പ്രശസ്തിയുള്ള ഒരു ബീച്ച് തന്നെ മയാമി സൗത്ത് ബീച്ച്. എൻ്റെ ചെറുക്കന്മാർ ഈയിടെ വീട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ ഇച്ചിരി സ്വിമ്മിങ് പഠിച്ചു. അതിൻ്റെ അഹങ്കാരത്തിലേക്ക് കിടന്ന് ബീച്ചിലേക്ക് ഓടുന്നത്. അതുകൊണ്ട് ഞങ്ങൾ സൂക്ഷിച്ചും കണ്ടു നിൽക്കുന്നത് കേട്ടോ. പക്ഷേ ഇതാണ് മയാമി സൗത്ത് ബീച്ച്. നല്ല രസമാണ്, ഭയങ്കര ക്ലീൻ ബീച്ചാണ്. വൈകിട്ടായതുകൊണ്ട് നല്ല എന്നാ നമ്മുടെ സൺസെറ്റും കാണാൻ പറ്റി. പിന്നെ അവർ കുറേ നേരം അവിടെ നിന്ന് കളിച്ച് സാൻഡ് കാസിലുണ്ടാക്കി, ഇങ്ങനെ അവരെ തന്നെ മണ്ണിട്ട് മൂടി, അങ്ങനെ കുറേ പരിപാടികളൊക്കെ കളിച്ച് പെറുക്കി ഞങ്ങൾ വൈകിട്ട് വിശപ്പിൻ്റെ വിളി വന്ന് മുട്ടി. രാത്രിയായി, എന്നാൽ പിന്നെ കഴിച്ചേക്കാന്ന് ഓർത്ത് അങ്ങോട്ട് മാറി. ഇപ്പം ഈ സൗത്ത് ബീച്ചിൻ്റെ ഒരു സൈഡ് ഫുൾ ഇതുപോലെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എല്ലായിടത്തും ബാക്ക് ടു ബാക്ക് റെസ്റ്റോറൻറ്റ്സ് അടുക്കി വെച്ചിരിക്കുക. നല്ല രസമാണ്. Famous, such a famous beach. We call it as South Beach in Miami. Hey, Dama. I don't know. Say hi to him. Hey. Tom Yamnyo, you tired? Oh yeah. നാട്ടിലെ ഷാപ്പിൽ നമുക്ക് കള്ളൊക്കെ കിട്ടത്തില്ലേ, അത് കൂട്ട് ഒരു ചില്ല് കുപ്പിക്കകത്താണ് നമുക്കിവിടെ വെള്ളം തരുന്നത്. അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ചെറിയ ഒരു മെനു ഒക്കെ നോക്കി എന്തൊക്കെയോ ഓർഡർ ചെയ്തു. നമുക്ക് ഹലോ, ഞങ്ങൾ മയാമി ബീച്ചിലൊക്കെ പോയി. സൺസെറ്റ് കഴിഞ്ഞ് നല്ല ഇരുട്ടായി. ഞങ്ങളിപ്പോൾ കഴിക്കാൻ ഇവിടെ സ്ട്രീറ്റ് ഓഷ്യൻ ഡ്രൈവ് എന്ന് പറയുന്ന സ്ട്രീറ്റ് നിറച്ച് ഇങ്ങനെ ഓരോ കടകൾ ഓരോ കടയ്ക്കും ഓരോ നല്ല LED ലൈറ്റ്സ്, ഡിഫറെൻറ്റ് ലൈറ്റ്സ് ഉണ്ട്. ഭയങ്കര ഭംഗിയാണ്. ഞങ്ങൾ അതിലെ ഒരു കടയിൽ ഇങ്ങനെ ഇരുന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങളങ്ങനെ ഓർഡർ ചെയ്ത ഫുഡിൻ്റെ കൂടെയുള്ള ഡ്രിങ്ക്സ് ആദ്യമേ തന്നെ ഞങ്ങൾക്ക് കിട്ടി. നോക്കിയപ്പോൾ തേണ്ട ലൈറ്റൊക്കെ മിന്നി തിളങ്ങുന്ന ഐസ് ക്യൂബൊക്കെ ഇട്ട്. ഇതൊക്കെ കുടിച്ചാൽ വല്ല കറണ്ട് അടിക്കുമെന്നൊന്നും അറിയത്തില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാം എങ്ങനെയാവും എന്നൊക്കെ. Cheers. Mommy, cheers. നല്ലല്ലേ? ഒരു കുട്ടിയാണ് കുടിക്കണ്ടേ? നല്ല ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഡ്രിങ്ക് ആക്കിയിട്ടേക്കണേ. നല്ല കളർഫുൾ ഐസ് ക്യൂബ്സ് ഒക്കെയാണ് കിടക്കുന്നത്. ഐ ഹോപ്പ് യു ക്യാൻ സീ ദാറ്റ്. കാണാവോ? കുടിച്ചു നോക്കട്ടെ. ഞാൻ കോക്കനട്ട് മൊഹിത്തോയാ പറഞ്ഞിരിക്കുന്നത്. സൂപ്പർ. കറണ്ടൊന്നും അടിക്കുന്നില്ല. കുഴപ്പമില്ല. എന്നാലും ഇച്ചിരി പേടിച്ച് മമ്മി കുടിക്കുന്നേ. അങ്ങനെ ഡ്രിങ്കിൻ്റെ ഫുഡും വന്ന് ഞങ്ങൾ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഒരു എയർബിആൻബി എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു പോവാം. ഇപ്പം നമ്മൾ പോകുന്ന മയാമിയിൽ കൂടെ ക്രൂസ് തുടങ്ങുന്ന പോർട്ടാണ് ഈ കാണുന്നത്. ഇത് ഓരോ ഈ ബിൽഡിങ്സും ഓരോ ക്രൂസിന്റെ ഇതാണ്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് റോയൽ കരീബിയൻ്റെ ആണ്. അത് കഴിയുമ്പം NCL എന്ന് പറയുന്ന നോർവീജിയൻ്റെ ക്രൂസ് ലൈനാണ്. NCL ഫോർ നോർവീജിയൻ ക്രൂസ് ലൈൻ. അങ്ങനെ ഇവിടെ നിന്നാണ് നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ക്രൂസിലേക്ക് മയാമിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ്. ഇപ്പോൾ ഇവിടെ രാത്രി 10:30 ഞങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ റൂമിലേക്ക് സൗത്ത് ബീച്ചിൽ കൂടെ പോവുകയാണ്.
ഇവിടെ നടക്കാനൊക്കെ ഒത്തിരി സ്ഥലമുണ്ട്, പക്ഷേ വയറ് നിറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. ഞാൻ നടക്കാനാകെന്ന് പറഞ്ഞതാ ഇവളോട്. നമുക്ക് പറ്റിയാലെന്നാ പറയുന്നത്. നമുക്ക് ടയർഡായി, വണ്ണം വെച്ചു, വയറ് വെച്ചു, അതുകൊണ്ട് ഫുഡ് കഴിച്ചു, നിറഞ്ഞു പോയി. അതെ, 13 വർഷം ഇങ്ങളുടെ കൂടെ കൂടിയിട്ടില്ല. ഇങ്ങനെ എടുത്തോണ്ട് നടക്കണം എന്ന് എനിക്കറിയാം. കുറച്ച് കഴിയുമ്പോ so beautiful, so beautiful, so beautiful, just like a wow. രണ്ട് സൈഡും ഫുള്ള് വെള്ളമാണ്. അതുകൊണ്ട് ബോട്ട്സ് ഒക്കെ പാർക്ക് ചെയ്ത് കിടക്കുക. അപ്പൊ ഫുള്ള് വെള്ളം ആയതുകൊണ്ട് ഇത്രയും വലിയ ബിൽഡിങ്സിന്റെ ലൈറ്റ് വെള്ളത്തിലേക്ക് റിഫ്ലക്ട് ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയാട്ടോ. Port of Miami അറിയാനോ? Port of Miami. അവിടെ ഒരു ഫെറസ് വീലൊക്കെ ഉണ്ട്, കാണാവോന്ന് എനിക്കറിയത്തില്ല. ഇതൊരു ഫെറസ് വീലൊക്കെ കാണും. മയാമി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള റൗട്ടിലാണ് ഞങ്ങളിപ്പോൾ. പക്ഷേ ഞങ്ങളങ്ങോട്ടല്ല, ഞങ്ങളുടെ ഹോട്ടലിലേക്കാണ്. അങ്ങനെ ഞങ്ങളുടെ എയർബിആൻബിയിലെത്തി. അന്നത്തെ ഞങ്ങളുടെ ഒരു 1 day ട്രിപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ നാളെ രാവിലെ ഇവിടെ ഞങ്ങൾക്ക് മയാമിയിൽ കുറച്ച് ഫാമിലീസ് ഉണ്ട്, അവരെയൊക്കെ കണ്ടിട്ട് വീട്ടിൽ പോകാമെന്ന് ഓർത്തിരിക്കുന്നു.